ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി അപ്ഡേറ്റ്സ്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് 2025 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ 2025 കുറച്ച് ഗാങ്സ്റ്റർ മൂവീസ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ടോസിക് എന്ന് പറഞ്ഞ മൂവിയുടെ കുറച്ച് അപ്ഡേറ്റ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിലൂടെ തന്നെ നമ്മുടെ അമൽ നീരദിൻ്റെ അടുത്ത് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു, അതിനെക്കുറിച്ചുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ടോസിക് എന്ന് പറഞ്ഞ മൂവിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ പരിചയപ്പെടാം. ഗീതു മോഹൻദാസ് ആണ് ഇതിൽ ഡയറക്ഷൻ തിരക്കത്തിൽ രചിക്കാൻ വേണ്ടി പോകുന്നത്. മലയാള ഒരു നടിയും ഡയറക്ടർ കൂടി തന്നെ ഗീതു മോഹൻദാസ്. അത് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഗാങ്സ്റ്റർ ആയിട്ടുള്ള യഷ് ആണ് ഇതിൽ പ്രധാനമായിട്ടും വരാൻ വേണ്ടി പോകുന്നത്. ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്, മുംബൈയിലെ ഒരു ഡ്രഗ് മാഫിയ സ്റ്റോറിയാണെന്ന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു. ടോക്സിയിലെ ഏറ്റവും വലിയ പ്രത്യേക ഗാങ്സ്റ്ററായി വരുമ്പോൾ ഇതിൽ മറ്റൊരു പ്രത്യേകത വരുന്ന ഒരുപാട് താരങ്ങളുണ്ട് വരാൻ വേണ്ടി പോകുന്നത്. മലയാളത്തിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒരുപാട് നായകന്മാർ തന്നെയാണ് ഇതിൽ വരാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു പ്രത്യേകത കരീന കപൂർ, നയൻതാര, ഹിമ ഖുറേഷി തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ള വൻ വീടിലോട് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടോക്സിക് എന്താണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2025 റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കെന്തെങ്കിലും കാത്തിരിക്കാം. ഒരു ടോക്സിക്കിൻ്റെ വലിയൊരു അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടി പോകുന്ന അമൽ നീരദിൻ്റെ അടുത്ത് നമുക്ക് എല്ലാവർക്കും പറയാം ബോഗൺവില്ല എന്നാണ് മൂടെ പേര്. ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട്. അതായത് എന്താ പറയുക, ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതിൻ്റെ സ്റ്റോറിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ നോവൽ വായിച്ചവർക്ക് എല്ലാവർക്കും പറയാം ഗംഭീര ട്വിസ്റ്റും വയലൻസിൻ്റെ ഒരു എന്താ പറയുക ഒരു അഞ്ചിരി കളി തന്നെ, ചോരയുടെ കൊടൂരമായിട്ടുള്ള ചോരക്കളി എന്ന് വേണമെങ്കിൽ വിശേഷം സാധിക്കുന്ന നോവൽ തന്നെയായിരുന്നു ആ കഥ. അപ്പോൾ ഇത് പ്രധാനമായിട്ടും സ്റ്റാറിങ്ങ വന്നിട്ട് നമ്മുടെ ഫഹദ് ഫാസിൽ, കുഞ്ചക്കോബൻ, ഷർഫുദ്ദീൻ, ശ്രദ്ധ തുടങ്ങിയവരൊക്കെ പ്രധാനമായും കാസ്റ്റിംഗ് ആവുന്നുണ്ട്. വീണ നന്ദകുമാർ മറ്റൊരു കഥാപാത്രമായി ചെയ്യുന്നുണ്ട്. ജ്യോതിർമായി ഇതിൻ്റെ ഓരോ പ്രോസസ്സും എന്താ പറയുക ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്ന് നമ്മൾ ഡീറ്റെയിലായി തന്നെ റിവ്യൂ കൊടുത്തിരുന്നു കണ്ണൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇതിൽ ബോഗൺവില്ല റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ October 10 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൂജ ഹോളിഡേയുമായി ബന്ധപ്പെട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു അപ്ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാങ്സ്റ്റർ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2025 വേറെ ഒന്നുമില്ല, മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒരുപാട് വർഷം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗാങ്സ്റ്റർ മൂവി തന്നെയാണ്. കാരണം തൻ്റെ ഇഷ്ട നടൻ്റെ ഒരുപാട് ചിത്രങ്ങൾ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നത്. മലയാളത്തിൽ നിൽക്കുന്ന നോക്കിയിട്ട് പൃഥ്വിരാജ് സുകുമാരനും മോഹൻലാലും ഒന്നിക്കുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നെ പറയാൻ വേണ്ടി പോകുന്നു. 2025 റിലീസ് ചെയ്യാൻ വേണ്ടി പോകും. നമുക്കറിയാം ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ആ കഥാപാത്രം ഒരിക്കലും മറക്കില്ല. തിയേറ്ററിൽ അവസാന ഭാഗം ഓളം തന്നെയായിരുന്നു. അപ്പോൾ ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ ഗംഭീരമായി തന്നെ പ്രതീക്ഷയുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് പറഞ്ഞാൽ ലോകേഷ് കനകരാജ് തലവർ ഒന്നിക്കുന്ന കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ മൂവി തന്നെയാണ്. അത് ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറി എന്നാണ് പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. മറ്റൊരു അപ്ഡേറ്റ് അജിത്തും നമ്മുടെ മാർക്ക് ആന്റണി എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഡയറക്ടറുമായിട്ടുള്ള ആദിതും ഒന്നിക്കുന്ന പുതിയൊരു ചിത്രമാണ്. അതും 2025 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗാങ്സ്റ്റർ മൂവിയുടെ ഒരു എന്താ പറയുക ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. മറ്റൊരു അപ്ഡേറ്റ് അവസാനമായി വന്ന കാർത്തിക് സുബ്രാജും സൂര്യയും ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ടൈറ്റിൽ ഇതുവരെയും പുറത്തുവിടൽ പോലും അതിന് ഗെയിംസ് വീഡിയോയ്ക്ക് പുറത്തു വന്നിരുന്നു. മികച്ച അഭിപ്രായം തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം സൂര്യയുടെ ഗംഭീരമായുള്ള മേക്ക് ഓവറും, അതായത് വിക്രം ചേർന്ന റോളക്സിനൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും ഒരു പക്ഷേ ഇതിൽ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആ ഗെയിംസ് വീഡിയോ കണ്ടവരൊക്കെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഈ 3 മൂവി അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ആദ്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കാര്യങ്ങൾ പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.